ഇന്നിവിടെ തക്കാളിയും ചെമ്മീനും കൂടി ചാറായിരുന്നു കേട്ടോ. വൈപ്പിൻ സ്റ്റൈലെന്നോ കൊച്ചി സ്റ്റൈലെന്നോ എറണാകുളം സ്റ്റൈലെന്നോ എങ്ങനെ വേണമെങ്കിലും പറയാവേ. 3 തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു സവാളയും കുറച്ച് കുഞ്ഞുള്ളിയും കുറച്ച് പച്ചമുളകും കൂടി, എരിവിന് വേണ്ട പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള വെള്ളവും പിന്നെ ഒരു 1/4 സ്പൂണോളം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് അടപ്പത്തോട്ട് വെച്ച് തിളക്കട്ടെ. തേങ്ങ അരപ്പിന് വേണ്ടത് കുറച്ച് വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകവും കൂടി ഇട്ടിട്ട് ഫൈനായിട്ട് കുറച്ച് വെള്ളത്തിൽ അരച്ചെടുക്കാം കേട്ടോ. തക്കാളി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് ആ ചെമ്മീനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുഞ്ഞ് ചെമ്മീനാണ് കേട്ടോ. അതും കൂടി ഇട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ അരപ്പും കൂടി ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ ചെമ്മീൻ ആദ്യം തന്നെ ഇടാട്ടോ, ഞാനിങ്ങനെയാണ് ചെയ്തത്. എന്നിട്ട് കൈയെടുക്കാതെ ഇളക്കുന്നുണ്ട്. തിളച്ച് പോകരുത്. ആ ഒരു പരുവത്തിൽ ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നിട്ട് വറവ് ഇട്ട് കൊടുക്കുക. വറവിന് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് ഉള്ളിയും വേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഒരു ഇത്തിരി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ആ ഒരു കളറിന് വേണ്ടി നമ്മൾ അതിനകത്തോട്ട് ചേർക്കൂലേ. വെളുത്തുള്ളി വേണമെന്നുണ്ടെങ്കിൽ അരിഞ്ഞ് ചേർക്കട്ടെ നമ്മൾ തക്കാളി വേവിക്കുമ്പോൾ. പിന്നെ ജീരകം വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ചിലവർക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ കറി ഇതാണ് കേട്ടോ. ഞാൻ ഇവും കൂടി കഴിക്കണേനെ.